ഹലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് വാലൻറ്റൈൻസ് ഡേ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലവറിനോ അല്ലെങ്കിൽ ഹസ്ബൻഡിനൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് മേക്കിംഗ് ഐഡിയാസാണ് നോക്കുന്നത്. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിപ്പം എനിക്കിവിടെ ഈ റോസേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാനൊരു 3-4 റോസ് എടുത്ത്, പിന്നെ ഈ ഒരു യെല്ലോ കളറിലെ ഒരു പൂവെടുത്ത്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു പെന്ന്, പിന്നെ ഇതേ ഒരു ക്യാമലിൻ്റെ ഒരു ഗ്ലൂ ഉണ്ട്. ഇത്രയും സാധനം മതി നമുക്ക്. പിന്നെ ഒരു പേപ്പർ, അതായത് ഇത് ബുക്കിൻ്റെ പേപ്പറാണ്. അത് നമ്മളൊരു 2 എടുക്കണം. 2 എടുത്തിട്ട് ഈ ഗ്ലൂ വെച്ച് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പേപ്പറിൻ്റെ 4 സൈഡും നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിക്കാവേ. ഇപ്പം നമുക്കൊരു കട്ടിയുള്ള ഒരു ചാർട്ട് പേപ്പറൊക്കെ നമ്മൾ എടുക്കത്തില്ലേ, ആ ഒരു ഇതിൽ നമുക്ക് ഈ പേപ്പർ കിട്ടും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ഒരു ബുക്ക് പോലെ നമ്മൾ ചെയ്യത്തില്ല, അങ്ങനെ 2ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ ഒരു ഡിസൈൻ കൊടുക്കണം. ഇവിടെയായിട്ട് നമുക്കൊരു ഡിസൈൻ കൊടുക്കാനായിട്ട് നമുക്ക് ആദ്യം നമുക്ക് ഒന്ന് ഡ്രോ ചെയ്യാം. അതായത് ഒരു ഹാർട്ട് ഷേപ്പ് നമുക്ക് ഡ്രോ ചെയ്യാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് പെൻസിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഹാർട്ട് ഷേപ്പ് ഡ്രോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ റോസിൻ്റെ ഇതളുകളെല്ലാം എടുക്കാവേ. നമുക്കിതിൻ്റെ ഈ ഇതളുകൾ മാത്രം എടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു ഗ്ലൂ ചെയ്യണം. ജസ്റ്റ് ഇതിലേക്കൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ കാർഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതായിരിക്കും കേട്ടോ. ഗ്ലൂ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കാർഡാണ്. വാലൻറ്റൈൻസ് ഡേ പ്രമാണിച്ച് നമുക്ക് ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെയുള്ള റോസ് ഫ്ലവർ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് 1 രൂപ പോലും മുടക്കില്ലാതെ അവർക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു കാർഡാണിത്. പിന്നെ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും എഴുതാനുള്ള കാര്യങ്ങൾ എഴുതുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ കാർഡ്. അപ്പം നമുക്ക് അടുത്തൊരു കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, വേറൊരു മോഡൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ തന്നെ 2 പേപ്പർ എടുക്കുക. ഇതിനിടയിൽ ഒരു പേപ്പറും കൂടി ഉണ്ട്. ആദ്യത്തെ പോലെ തന്നെ ഈ അടിയിലുള്ള പേപ്പർ നമ്മൾ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കുക. അതിനുശേഷം ഇങ്ങനെ പകുതിയായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക. നമ്മൾ ഈ ഒരു പേപ്പറിലും ഒരു ഹാർട്ട് ഷേപ്പ് തന്നെ നമുക്ക് ഡ്രോ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഹാർട്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഉള്ളിലുള്ള ആ ഒരു പേപ്പർ ഇങ്ങനെ എടുക്കാവേ.
അടുത്തായി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ്. അതിനുവേണ്ടി നമ്മൾ ഇതുവരെ ഒരു ബോക്സ് എടുക്കാം. നമുക്ക് ഒരു കാർട്ടൂൺ ബോക്സ് ആണെങ്കിലും നമുക്കതെടുത്ത് ചെറിയ എന്തെങ്കിലും സാധനം വാങ്ങിച്ചാണെങ്കിലും മുറിച്ച് നമുക്കിതുപോലെ ചെയ്യാം. അതിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പർ കൊണ്ട് തന്നെ നമുക്ക് ഗ്ലൂ വെച്ച് നമുക്ക് ഒട്ടിച്ച് അകവും പുറവും നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ എനിക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു ബോക്സ് ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് നമ്മൾ തെർമോക്കോൾ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ ആദ്യം ഒരു തെർമോക്കോൾ വെച്ച് അതിനുശേഷം ഞാൻ ചെറിയ 3 പീസുകൾ വെച്ച് കൊടുക്കുകയാണ്. ഇതിനെയും ഗ്ലൂ ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ പുറത്തേക്ക് ഒരു തെർമോക്കോൾ കൂടി വെച്ച് കൊടുക്കും. അപ്പം നമുക്ക് ഒരു സ്ഥലം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ മുകളിൽ മുഴുവനും ഞാൻ ഇതുപോലെ ഫുള്ള് റോസസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെയായിട്ട് ഈ ഗ്യാപ്പിൽ നമുക്ക് സ്വീറ്റ്സ് എന്തെങ്കിലും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വർക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റത്തെ നമ്മുടെ റിസൾട്ട് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് 2 കിക്കറ്റേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 2 വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ തന്നെ ഇഷ്ടമുള്ള ഹസ്ബൻഡിന് അല്ലെങ്കിൽ അവറിന് ഇഷ്ടമുള്ളത് എന്താണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ തെർമോക്കോളയിൽ വെക്കുന്നതുകൊണ്ട് തന്നെ അത് അനങ്ങാതെ തന്നെ അവിടെ ഇരുന്നോളും കേട്ടോ. Keep it softly spoken, with no strings tying you to me. I'm happy in your company with no emotion, 'cause my love deserves to be free. I never wanna look at a house in the garden.